ആ എപ്പോഴാ വന്ന്? അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം. എന്തേ? ഒന്നുമില്ല. നാളെപ്പം ഉമ്മ മരിച്ചതിന്റെ ഏഴൊക്കെയല്ലേ? ആ ഏഴാണ്. എന്തപ്പോ ഒരു പരിപാടി ഒന്നും നടത്തണ്ടേ? എന്തിനു പരിപാടി നടത്തണ ഏഴിന്? അങ്ങനെ ഒരു പരിപാടി ഉണ്ടാ? എന്താണ് കാജി പറഞ്ഞത്? ഏ നമ്മളെ ഉമ്മ മരിച്ചിട്ട് രണ്ടാം കൂടി ഉമ്മ കൂടി അല്ല, നമ്മുടെ സ്വന്തം അമ്മയാണ് മരിച്ചിരുന്നത്. രണ്ടാം കൂടി ആയാലും മൂന്നാം കൂടി ആയാലും ആര് മരിച്ചാലും ഈ 3, 7, 14, 40 ഇങ്ങനെ ഇതൊക്കെ ആരാ പറഞ്ഞുള്ളത്? അതൊന്നും നടത്തണമെന്ന് നിർബന്ധമുള്ള കേസൊന്നല്ല. ആരും പറയാണ്ടാണ് നാട്ടിൽ മൊത്തം നടത്തുന്നത്. നാട്ടില് മൊത്തം നടത്തണ്ട് വെച്ചിട്ട് എല്ലാരും ഒരു തെറ്റന്നെ ഇങ്ങനെ ആവർത്തിക്കണ്ട് വെച്ചിട്ട് ആ തെറ്റ് എല്ലാരും പിന്നുള്ളവരും ആവർത്തിക്കണ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ഇത് പൊന്നാരക്കാക്കജി എന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലല്ലേ ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ല വേണ്ടട്ടാ, വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം നമ്മള് പറയണ്ടായി. ഒരു ഇത് മൂന്നോ കാര്യം നടത്തിയില്ല, ഏ ഒരു മൗലൂദ് പോലും ഇതിനുള്ളിൽ ഉണ്ടായില്ല. ഏ അതൊക്കെ അവനാന്റെ ഉമ്മയും ഉപ്പയും ബന്ധുക്കാരാരാ ചോരബന്ധം മരിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്തേലും ദിക്റും സ്വലാത്ത് നമ്മൾ ദുആ ചെയ്താ മതി. അത് അത്ര മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ ഈ 3-ന്റെ അന്ന് കുറെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കുറെ വിതരണം, പിന്നെ 7-ന്റെ അന്ന്, പിന്നെ 40-ന്, എന്നിട്ട് പിന്നെ മൊയ്ലാക്കന്മാര് വരിക, അവർക്കുള്ള ഫുഡ്, എന്നിട്ട് ആ പോക്കൊക്കെ എല്ലാ ഫുഡ് ഒക്കെ കഴിഞ്ഞ് പല്ല് കുത്തിയിട്ട് അവരിങ്ങനെ നിൽക്കും. അപ്പൊ എന്തേലും ഒരു കൈമടക്ക്. എന്താണ് ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുള്ളത്? എന്റെ പൊന്നാരക്കാക്കജി പിസ്കിക്കോ കൊഴപ്പില്ല, പക്ഷെ ഉമ്മാടെ കാര്യത്തിലെങ്കിലും പിസ്കല്ലേ? ഇത് പിശുക്കല്ല കുട്ടിയെ, ഇത് പിശുക്കലല്ല. ഉമ്മ മരിച്ചിട്ട് ഉമ്മാന്റെ ഖബറിലേക്കുള്ളത് ഞമ്മള് ദുആ ചെയ്യുക, ഞമ്മളെ പ്രാർത്ഥന അവിടേക്ക് ചെല്ലുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചെല്ലില്ല. അല്ലാണ്ട് കുറെ നാട്ടുകാർക്കും എല്ലാവർക്കും നെയ്ച്ചോറും ബീഫും മട്ടനും ഓരോരുത്തർക്കും ഓരോ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളു? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് തീറ്റയും കഴിഞ്ഞാലോ? ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കണതാണ് അത്ര വലിയ പ്രശ്നം? അതന്നെ പ്രശ്നം. ഒരു മനുഷ്യനിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അതിൽ എന്താ തെറ്റുള്ളത്? ഇതൊക്കെ തിന്നു കഴിഞ്ഞ അവസാനം പറയും അതിന് ഉപ്പ് പോരാ, ഇതിന് പുളി പോരാ, അവിടുന്ന് കിട്ടിയ കായും കൈമടക്കും കുറച്ച് കുറഞ്ഞു പോയി. ഇതൊക്കെ ഏത് ഇസ്ലാമിലാ പറഞ്ഞിട്ടുള്ളത്? ജിമ്മാടെ കബറിലേക്കുള്ള വെളിച്ചം കെടുത്തണ്ട്. ഖബറിലേക്കുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്, അതിനുള്ളത് ഞാൻ ഓരോ യത്തീംഖാനയിലേക്കും ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ അരി വാരി കൊടുക്കണുണ്ട് കുട്ടികൾക്ക്. അത് മതി. കരിവാരി കൊടുത്ത ആരറിയാനാ? അതാണ് ഏറ്റവും വലിയ പുണ്യം. യത്തീം മക്കളെ നോക്കുക, അതുപോലെ ആരും അവരും ഇല്ലാത്ത ആൾക്കാരെ നോക്കുക, അവർക്ക് എന്തേലും കൊടുക്കുക. അതിലെ കാര്യം ഉണ്ടാവുള്ളൂ. അതാ ഉമ്മാക്ക് കാര്യം ഉണ്ടാവുള്ളൂ. ഉമ്മ മരിച്ചു പോയില്ലേ, ഉമ്മാക്ക് പ്രാർത്ഥനയായിട്ട് അവിടെ കിട്ടണം വെച്ചെങ്കിൽ അതിന്റെ കൂലി ഉമ്മാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. അല്ലാണ്ട് ലോകം മുഴുവൻ വിളിച്ചു വരുത്തി കുറെ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് കുറെ വേസ്റ്റും ആക്കുക. അതാണ് അതാണ് ചെയ്യേണ്ടത്. 3-ന്റെ അന്ന് ഒരു ചടങ്ങ്, 7-ന്റെ അന്ന് വേറൊരു ചടങ്ങ്. എന്താ അത് കഥ? എന്നിട്ട് നാട്ടിൽ ആരും ഒന്നും ചെയ്യണില്ലല്ലേ? ഇതല്ല ഞാൻ എന്നോട് പറഞ്ഞത്. നാട്ടിൽ ചെയ്യണ പോലെ എല്ലാവരും ചെയ്യണ പോലെ നമ്മൾ ചെയ്യണം എന്താണ്? ചെയ്യണ്ട, ഞങ്ങൾ എന്തായാലും ചെയ്യാണ്. ഞങ്ങൾ പെങ്ങന്മാര് ചെയ്യണം. അന്റെമാരി ഉമ്മാനോട് സ്നേഹമില്ലാത്ത ആൾക്കാരല്ലേ ഞങ്ങള്? നിങ്ങളെ കുടുംബത്ത് പോയിട്ട് പണ്ടൊക്കെ തന്നെ. അതെ, അങ്ങനെ തന്നെയാണ്. നിങ്ങളെ കെട്ടിച്ചുണ്ടായ കുടുംബത്തിൽ ചെയ്തോളൂ, ഇവിടെ ചെയ്യണ്ട. ഇവിടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം ട്ടാ.